പെണ്ണ് കിട്ടണമെങ്കിൽ വീട് വേണം. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴുള്ള രീതിയിൽ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. പുറത്തൊന്നും ഒരു വീട് ഉണ്ടാവണം എന്നുള്ളത് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അത് അവൻ സക്സസ്ഫുൾ ആണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു ഫാക്ടറാണ്. പുവറായിട്ടുള്ള ആൾക്ക് അന്നുള്ള ചിലവുകൾ മീറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അന്നന്ന് പണി കിട്ടണം എന്ന് മാത്രം, അതായത് ജോലി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. 50 രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. ആ 50 രൂപയ്ക്ക് ഓട്ടോ വിളിക്കും. കാരണം അത് തീർക്കാതെ ഉറക്കം വരില്ല. തുടക്ക സമയത്ത് യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ വരുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നത് പോലുള്ള ടോപ്പിക്സ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ അതിലൊരു ചാനലായി പോകും. അപ്പോൾ ധൈര്യമുള്ള ആളുകളെ പൊതുവെ മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ധൈര്യസമേതം ടോപ്പിക്കുകൾ എടുക്കുക. പക്ഷെ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കാണ്. ഒരാൾ പറയുന്നു എന്ന് വെച്ചിട്ട് മറ്റൊരാൾ വിശ്വസിക്കണമെന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരുപാട് ബിൽസ് ഉണ്ട്, കൊടുക്കാനുണ്ട്, നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ചില സമയത്ത് നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും. അതായത് നമുക്ക് സംശയം തോന്നുന്ന സാധനം നമ്മൾ ഊഹിച്ച് പറയാതിരിക്കുക. ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്താ സ്വാതന്ത്ര്യം ഓഡിയൻസിന് കൊടുക്കുക. ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ന ആൾ പറഞ്ഞാൽ അതൊന്ന് കേട്ടാൽ സത്യം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നരേന്ദ്രമോദിയുടെ ഇൻസിഡൻറ്റിലാണെങ്കിൽ പോലും ഇലക്ഷൻ്റെ സമയത്തൊക്കെ ധ്രുവറാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഇതിൻ്റെ രാഷ്ട്രീയത്വമൊന്നും മാറ്റി പറിക്കാൻ പറ്റുമെന്ന് നമ്മളങ്ങനെ വിചാരിക്കരുത്. പക്ഷേ അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ നമുക്ക് സമൂഹത്തിനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ, നമുക്കൊരു പ്രശ്നത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. പക്ഷേ അത് വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോ വരുന്നു, അതെങ്ങനെയാണ് ഒരു പാർട്ടിക്കെതിരെയുള്ള വീഡിയോ വരുമ്പോൾ മറ്റേ ആളുകൾ എങ്ങനെയാണ് എടുക്കുക? ശരിക്കും പറഞ്ഞാൽ അനുരാഗ് ടോക്സ് എന്നൊരു ചാനൽ അല്ലെങ്കിൽ ഇത് കോമണറിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻസിഡൻസ് അവർ അറിയണം എന്നൊരു തോട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? പണ്ട് മുതലേ നമ്മൾ ചരിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴും കഥകളൊക്കെ വായിച്ച് പഠിക്കുന്ന സമയത്തും വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് കഥ പോലെ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽസൊക്കെ വന്നപ്പോൾ, ജിയോ ഒക്കെ വന്ന സമയത്ത് അതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് യൂട്യൂബിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഓരോ തവണയും വീഡിയോ ചെയ്യുന്ന സമയത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോം ലൈക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പം അതിൽ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് എടുക്കുന്നുണ്ട്, ചരിത്രം എടുക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും എത്രത്തോളം എഫേർട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് ആദ്യ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. എഡിറ്റിങ്ങിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം ഒന്നിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരാൾ ചെയ്യുന്ന സമയത്ത് മടുപ്പ് വരും. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ റവന്യൂ ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ റിസർച്ചിന് വേണ്ടി ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു ടീമുണ്ട്, അതുപോലെ എഡിറ്റിങ്ങിനൊരു ടീമുണ്ട്, കോണ്ടൻറ്റ് ഏത് വേണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ടീമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഗാന്ധിവധം പോലുള്ള ടോപ്പിക്സ് വരെ എടുത്ത് എല്ലാവരിലേക്കും എത്തിച്ചൊരു ചാനലാണ് അനുരാഗ് ടോക്സ്. അപ്പം ആ ഒരു ടോപ്പിക്കൊക്കെ എടുക്കുമ്പം അത്രയധികം എവിഡൻസ് പ്രൂഫുകൾ സഹിതമാണ് പറഞ്ഞു കൊടുത്തതും. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ ഇതിനൊക്കെയുള്ള റിസർച്ച് മെറ്റീരിയൽസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് എഫേർട്ട് പേഴ്സണലായിട്ട് നമ്മൾ എടുക്കണം, കാരണം ബാക്കിലേക്ക് ഒരുപാട് പോകേണ്ടിയിരിക്കുന്നു. അപ്പം ആ ഒരു ടോപ്പിക് എടുക്കാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അതെങ്ങനെയാണ്? തുടക്ക സമയത്ത് യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ വരുന്നുണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്നത് പോലുള്ള ടോപ്പിക്സ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ അതിലൊരു ചാനലായി പോകും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാളായി മാറും. അപ്പോൾ ധൈര്യമുള്ള ആളുകളെ പൊതുവെ മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ധൈര്യസമേതം ടോപ്പിക്കുകൾ എടുക്കുക. പക്ഷെ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളിപ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന പോലെ. ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതല്ലാന്ന് നിങ്ങൾ തെളിയിക്കുന്നത് പറയുന്നതിൽ അർത്ഥമല്ല. അതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ തെളിവ് നമ്മളാണ് അതിൻ്റെ ബാധ്യസ്ഥർ. തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഗാന്ധിവധം മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ ആളുകളില്ലായിരുന്നു. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്തും മാർക്കറ്റിലെ ഗ്യാപ്പിലേക്കാണ് നമ്മളെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസോ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ വെക്കേണ്ടത്. അപ്പം ഞാൻ നോക്കിയ സമയത്ത് യൂട്യൂബിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഇതേപോലെ ധൈര്യസമേതം പറയേണ്ട വിഷയങ്ങളായിരുന്നു. അത് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരാൾ പറയുന്നു എന്ന് വെച്ചിട്ട് മറ്റൊരാൾ വിശ്വസിക്കണമെന്നില്ല. അയാൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കത്തക്കവണ്ണമുള്ള തെളിവുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് കണ്ട സമയത്ത് ഞാൻ ആ ഗ്യാപ്പിലേക്ക് ലോഞ്ച് ചെയ്തു. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾ അത് ഏറ്റെടുത്തു.
പ്രൊഫഷണലി താങ്കളൊരു മാത്തമാറ്റിക്സ് വിദഗ്ധനാണ്. അതിനുശേഷമാണ് ചരിത്രം, ഹിസ്റ്ററി പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പം ഫാക്ട്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷൻസ് ഉണ്ട്. ഇത് മൂന്നിലും എനിക്ക് തോന്നുന്നു ഒരേപോലൊരു ഇതാണോ അതോ ഏതിലായിരിക്കും കൂടുതൽ? മാത്തമാറ്റിക്സ് വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ്, പക്ഷെ എനിക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് പഠിപ്പിക്കാനും ഇഷ്ടമാണ്. അപ്പം ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ നമുക്ക് അത് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരുപാട് ബിൽസ് ഉണ്ട്, കൊടുക്കാനുണ്ട്, നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ചില സമയത്ത് നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ മാത്സ് സ്റ്റിൽ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും അതിൻ്റെ റീലൊക്കെ കാണുന്ന സമയത്ത് മാത്സിൻ്റെ റീലൊക്കെ കാണും. ഈ കണക്ക് എന്ന് പറയുന്ന സമയം നമുക്ക് അതിനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഊഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനൊരു മെത്തേഡ് ഉണ്ട്, കൃത്യമായിട്ടുള്ള മെത്തേഡ്, വഴികളുണ്ട്. ചില സമയത്ത് നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യേണ്ട രീതിയുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്തുള്ളൂ. അതായത് നമുക്ക് സംശയം തോന്നുന്ന സാധനം നമ്മൾ ഊഹിച്ച് പറയാതിരിക്കുക. ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്താ സ്വാതന്ത്ര്യം ഓഡിയൻസിന് കൊടുക്കുക. നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ അത് 100 തരം ഉണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ആ രീതിയിലാണ്, അതായത് ഒരു കണക്കിനെ സമീപിക്കുന്ന രീതിയിൽ തന്നെയാണ് ചരിത്രത്തെ സമീപിക്കുന്നത്. അതായത് കോണ്ടന്റുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ. ഇപ്പം ചരിത്രത്തെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം വേൾഡ് വൈഡ് ഉള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ ചരിത്രമായിരിക്കില്ല അമേരിക്കയുടേത്, അങ്ങനെ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തെ സമീപിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ ഇപ്പം ഇന്ത്യയൊക്കെ ആണെങ്കിൽ ഇപ്പം ലാംഗ്വേജിന്റെ ആണെങ്കിലും ഒരുവിധപ്പെട്ട നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വേൾഡിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടോ കോണ്ടന്റിലൊക്കെ? ഇത് ഇന്ത്യൻ ചരിത്രം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രിട്ടീഷ് ആർക്കൈവ്സിലൊക്കെ രേഖകളൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ നോക്കാം. ഇന്ത്യൻ ആർക്കൈവ്സിൽ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ വായിക്കാം. അത് അന്നത്തെ ടൈപ്പ് ചെയ്ത് വെച്ച രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ കുറേയൊക്കെ ഡിജിറ്റൽ ചെയ്തിട്ട് ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈബ്രറിയിൽ പോയിരിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഈ റഷ്യയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഷയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അത്രയും ആഴത്തിൽ പോയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ എന്തിനാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് ആളുകൾക്ക് ഈ അവർക്ക് അവരുടെ പുസ്തകങ്ങളിലുള്ള അവരുടെ പരീക്ഷകൾക്ക് വരുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഗുണമായിരിക്കും. പിന്നെ മറന്നുപോയ ചരിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മളൊരു ഡീപ്പ് റിസർച്ച് നടത്തി ആർക്കൈവ് റെക്കോർഡിലെല്ലാം കിടന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനേ പറ്റില്ല. അത്രത്തോളം അങ്ങനെ ആഴത്തിൽ പോകേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ ചില വിഷയങ്ങൾ പോവണമെങ്കിൽ പണത്തിന് ഗുണം മാത്രമല്ല, ആളുകൾക്ക് അത് എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ, എന്റർടൈനിങ് ഗുണമാവണ്ടേ. അല്ലാത്ത രീതിയിൽ അത്ര ആഴത്തിലൊന്നും നമ്മൾ പോകാറില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പൊ കറണ്ട് ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ബോധേഡ് ആണോ, അല്ലെങ്കിൽ ആൾക്കാർ അതിനെപ്പറ്റി എങ്ങനെയുള്ള ഓഡിയൻസ് ആണ് കൂടുതലും, എങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും അനുരാഗ് ടോക്സ്? നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നത് കൂടുതലായിട്ടും ഈ അടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവർ നോക്കുന്ന സമയത്ത് മീഡിയാസിലെല്ലാം പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും വേർഷനാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ന ആൾ പറഞ്ഞാൽ അതൊന്ന് കേട്ടാൽ സത്യം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു വിശ്വാസം കാത്തു തന്നെയാണ് നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ ഇൻസിഡന്റിലാണെങ്കിൽ പോലും ആ ഇലക്ഷന്റെ സമയത്തൊക്കെ ധ്രുവ് റാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി സ്വയം ഒരു യൂട്യൂബ് ചാനലിലൂടെ ആൾക്കാരിലേക്ക് എത്തിച്ച കോണ്ടന്റിലൂടെ ആ ഇലക്ഷൻ സമയത്തെ പോലും മാറ്റിമറിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഒരാളും ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പല പൊളിറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല ഹിസ്റ്ററീസ് ആണെങ്കിലും ഇപ്പോൾ ബിഹൈൻഡ് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരു വ്യക്തി വിചാരിച്ചാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലേ. ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഒക്കെ ഇടകലർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇപ്പോൾ ധ്രുവ് റാത്തിയുടെ വീഡിയോ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ആ സമയത്തൊക്കെ ഉള്ളത്, ആ സമയത്തൊക്കെ 25 മില്യൺ 30 മില്യൺ ആയിരുന്നു. ഏതാണ്ട് 3 കോടി, അതിൽ പകുതി മലയാളികളായിരിക്കും. പിന്നെ അഴിമതി അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇത് ആളുകൾ യുവാക്കൾ ചർച്ച ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ചിന്തിക്കാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമ്മളങ്ങനെ വിചാരിക്കരുത്. പക്ഷേ അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ നമുക്ക് ഒരു സമൂഹത്തിനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ, നമുക്കൊരു പ്രശ്നത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. പക്ഷേ അത് വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞു. മഹാരാഷ്ട്ര ഇലക്ഷനിൽ വലിയ രീതിയിൽ ഇപ്പോൾ 90% സ്ട്രൈക്ക് റേറ്റോടെയാണ് BJP ജയിച്ചത്. അപ്പോൾ ആ സമയത്തും ധ്രുവ് റാത്തിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണ് പ്രശ്നം. നമ്മൾ ഒരു വീഡിയോയിലൂടെ ഒന്നും പെട്ടെന്നൊന്നും മാറുമൊന്നുമില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോ വരുന്നു, അതെങ്ങനെയാണ് ഒരു പാർട്ടിക്കെതിരെയുള്ള വീഡിയോ വരുമ്പോൾ മറ്റേ ആളുകൾ എങ്ങനെയാണ് എടുക്കുക?
ഇവൻ മറ്റേ ആളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ചീത്ത വിളിച്ച് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും. അതെ. ധ്രുവ്രാത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അതിന് വെല്ലുവിളികൾ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന ടോപ്പിക് ഇറക്കുമ്പോൾ. അതുപോലെ തന്നെ അനുരാഗ് ടോക്സ് ആണെങ്കിലും കോൺട്രവേഴ്സി കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത് വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ അതൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. അതൊരു കോമൺ ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെല്ലുവിളികളോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് പറഞ്ഞ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇനി ചെയ്യുന്നതിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായേക്കാം. ഒന്ന് കുറച്ചുകൂടി ഇതൊരു കോൺഷ്യസ് ആണ്. നൂലുള്ള ഇപ്പൊ 10 കളിയാണല്ലോ. ലക്ഷം കഴിഞ്ഞ അതെ അതെ. ആൾക്കാരെത്തിയപ്പോൾ കുറച്ചുകൂടി പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 5000 പേര് കാണുമ്പോൾ തന്നെ 2-3 പേര് പറയും. ഇപ്പോൾ ഇടുമ്പോൾ തന്നെ ഒരു 50,000 പേര് കണ്ടു കഴിഞ്ഞാൽ അത് കുറേ പേര് പല സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അവർ പിന്നെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എയറിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചരിത്രമാണെങ്കിലും കഥകളിലൂടെയാണ് പറയുന്നത്. കഥകൾ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ പിടിച്ചിരുത്തുക നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആണെങ്കിലും. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? കഥകൾ കേൾക്കാനായിരുന്നോ അതോ കഥകൾ പറയാനായിരുന്നോ ഇൻട്രസ്റ്റ് കൂടുതൽ? എല്ലാ കുട്ടികളെയും പോലെ കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ സയൻസ് ഇഷ്ടമുള്ള മാത്സ് ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലവർക്ക് രണ്ടും ഇഷ്ടമുണ്ടാവും. പക്ഷേ എനിക്ക് ഈ ചരിത്രം ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അത് നമുക്ക് 10ാം ക്ലാസ്സിലെ ഒരു ഇതാണ്. ഞാൻ മലയാളം എഴുത്ത് പഠിച്ച ആളാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റാണ്. അതിന് നമ്മൾ A+ വാങ്ങണം. അപ്പോൾ അത് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരുന്ന് നിർബന്ധിതനായി. അപ്പോൾ എന്തെങ്കിലും മടിയന്മാർ എന്ത് ചെയ്യും? എളുപ്പവഴി കണ്ടുപിടിക്കും. അപ്പോൾ അതിനെ കഥാരൂപേണ പഠിക്കാനുള്ള ഒരു സ്കില്ല് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു. പരീക്ഷകൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തു. അത് അവസാനം നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറി. ആ ഒരു രീതിയിലായിരുന്നു. അതെ അതെ. അത് കാരണം വെച്ചാൽ 2ാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് പരീക്ഷകൾക്ക് വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കണം. അത് കാണാതെ പഠിക്കുന്നത് പോസിബിൾ അല്ല. എനിക്ക് തോന്നുന്നു ആദ്യ കാലത്തൊക്കെ വീഡിയോസ് ചെയ്തിരുന്നതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ബിസിനസ് ആൻഡ് ഫൈനാൻസിങ്. അപ്പം ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സുകാരുടെ വീഡിയോസ് കൂടുതലായിട്ടും ചെയ്തു. രത്തൻ ടാറ്റയുടെ ആണെങ്കിലും അല്ല അവരുടെയൊക്കെ പിന്നിലുള്ള എന്താണ് രഹസ്യം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പം ഇന്ത്യ പോലൊരു കൺട്രി ഇപ്പോഴും ഡെവലപ്പിംഗ് നേഷൻ എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുമല്ലോ, അതിൽ നമ്മളിപ്പോഴും ഒരു സ്റ്റേബിൾ അല്ല. അപ്പം എങ്ങനെ ഒരാൾക്ക് അതായത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറി ഉണ്ട്: പുവർ, മിഡിൽ ക്ലാസ് ആൻഡ് ക്രീമി ലെയർ ഓർ റിച്ച്. അപ്പം ഇത് സ്റ്റിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാറ്റഗറീനെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഈ ഒരു കാറ്റഗറി വരാത്ത രീതിയിൽ എങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാം? അല്ലെ പുവർ ടു റിച്ച് എന്നൊരു ടേം എല്ലാ രാജ്യത്തും ഈ കാറ്റഗറി ഉണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഈ വാർഷിക വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. എല്ലാ രാജ്യത്തും ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ അമേരിക്കയിലൊക്കെ അല്ലേ ധാരാളം ഉണ്ട്. നമ്മുടെ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ ഒരു 1% എങ്കിലും അവരുടെ ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ അവരെ സാമ്പത്തികപരമായിട്ടും അവരുടെ മറ്റു കാര്യങ്ങളും ജീവിതത്തിലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. വെറുതെ കണ്ട് എൻ്റർടൈൻമെൻറ്റ് മാത്രം കൊണ്ട് പോയാൽ പോരാ, ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ്. ആ ഇൻഫോർമേഷൻ അവർക്ക് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ബിസിനസ്സുകാരുടെ കഥകൾ അതായത് ഞാൻ ആദ്യം കഥകൾ പറഞ്ഞു, പിന്നെ ബിസിനസ്സുകാരുടെ കഥകൾ പറഞ്ഞു, പിന്നെയാണ് ഇനി ബിസിനസ്സുകാരുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ട് കാര്യമുണ്ടോ? വെറുതെ നമ്മൾ മോട്ടിവേഷൻ അടിച്ചിരുന്നിട്ട് കാര്യമല്ല, നമ്മൾ വർക്ക് ചെയ്യണം. രത്തൻ ടാറ്റ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഫാമിലിയിൽ ജനിച്ച ആളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുക? പക്ഷെ പുള്ളി എന്നിട്ട് പോലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ അടിപൊളിയാണ്. അപ്പം നമുക്ക് ഈ കഥ കേട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല, ഈ കഥ കേട്ട് നമ്മളത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങണം. അപ്പോൾ ഒരു പേഴ്സണൽ ഫൈനാൻസ് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഒരു കഥകളിലൂടെ വന്നു, ബിസിനസ് കഥകളിലൂടെ വന്നു, പിന്നെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതുപോലെ സൊസൈറ്റീനെ ബെറ്റർ ആക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഔട്ട്പുട്ട് നമ്മളെ കൊണ്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ബെറ്റർ ആയേ തീരുന്നില്ല. അത് ഉൾക്കൊള്ളുന്ന ആളുകൾ എങ്ങനെയാണ് എടുക്കാൻ നമുക്കറിയില്ലല്ലോ. നമുക്ക് സമൂഹത്തിന് ഒരു വാല്യൂ കൊടുക്കണമെന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ആ രീതിയിൽ ഒരു വാല്യൂ കൊടുക്കും. അത് ഉൾക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. 3 കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ ചിന്താ രീതി തന്നെ ശരിക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ പുവറായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേര് പറയുന്നുണ്ട്. പുവറായിട്ടുള്ള ആൾക്ക് അന്നുള്ള ചിലവുകൾ മീറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അതായത് വരവ് വരുന്നു, അത് ചിലവായിട്ട് പോകുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മളെ വീടിനടുത്ത് നോക്കിയാൽ മതി, അന്നന്ന് പണി കിട്ടണം എന്ന് മാത്രം, അതായത് ജോലി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. എന്നും ജോലി ഉണ്ടാവണം, കാരണം അന്നത്തെ ചിലവുകളും കാര്യങ്ങളും കഴിയും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അന്ന് വെള്ളടിക്കും,
അല്ലെങ്കിൽ 50 രൂപ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ, ആ 50 രൂപയ്ക്ക് ഓട്ടോ വിളിക്കും. കാരണം അത് തീർക്കാതെ ഉറക്കം വരില്ല. ഇത് ശരിക്കും ഒരു മെൻറ്റാലിറ്റിയാണ്. ഇതാണ് ഇവരെ പൂറാക്കി മാറ്റുന്നത്. ഈ പൂറായിട്ടുള്ള ഒരാൾ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് വന്നാൽ, അവർ മുകളിലേക്ക് കയറി വരും. ഇത് ശരിക്കും ഇത് പുസ്തകത്തിൽ പറയുന്നത് മാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ വളരെ താഴേക്കിടയുള്ള ആളുകളൊക്കെ ബില്യണേഴ്സായിട്ട് മാറിയിട്ടില്ലേ? റാക്ക് ടു റിച്ച് സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MA യൂസഫ് അലിയുടെ കാര്യം നോക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച ആളല്ല, സെൽഫ് മെയ്ഡ് ബില്യണയറാണ്. അവരുടെ കഥകൾ നമ്മൾ കേൾക്കണം. അപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ഒരാൾ ചിന്തിക്കുന്നത് അവർ പണം സേവ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് വരുന്നു, ചിലവുകൾ കഴിയുന്നു, പണം കുറച്ച് സേവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അവർക്ക് സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു ട്രാപ്പിൽ വീണു. പണം കൂടുന്നതിനനുസരിച്ച് അവർ EMIയിൽ കാറ് മേടിക്കാനും ഐഫോൺ മേടിക്കാനും അങ്ങനെ ലക്ഷറിക്ക് വേണ്ടിയിട്ട് പോകും. കാരണം അവർക്കാണ് റിച്ച് ആണെന്ന് കാണിക്കേണ്ടത്. സമൂഹത്തിന് മുന്നിൽ എന്തെങ്കിലും ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട്. പക്ഷേ ഈ മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണ് പറയുന്നത് കേട്ടോ. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അവർക്ക് പറയുമ്പോൾ. അവരുടെ പ്രശ്നമല്ല, അവരുടെ ആ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ, അത് റിച്ചിലുണ്ടെങ്കിൽ അവർ മിഡിൽ ക്ലാസ് ആവും. അതായത് നല്ല കോടീശ്വരനായ ഒരാൾ ലക്ഷപ്രഭു ആവും. കാരണം ഈ മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി വെച്ചിട്ട് ഇങ്ങനെ പണം ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന വേറൊരു കാര്യം, അപ്പം ഞാൻ എല്ലാ പണവും കൂട്ടി വെക്കണോ? എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചിലവാക്കണ്ടേ? ഞാനൊരു ഐഫോൺ മേടിക്കാനാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തത്, അപ്പോൾ ഐഫോൺ മേടിക്കണം. പക്ഷേ എപ്പോഴാണ്? സാമ്പത്തികപരമായിട്ട് തയ്യാറാവുമ്പോൾ. ഒരു EMI ഒക്കെ ഒരു 30% നിൽക്കുന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഒരു 90% EMI, ബാക്കി കുറച്ച് ചിലവ്, എന്നിട്ട് മന്ത് എൻഡിൽ എത്തുന്ന സമയത്തേക്ക് ബുദ്ധിമുട്ട്. ഒരു ജോലിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജോലി ഇട്ട് പോകാൻ പോലും പറ്റില്ല. അതായത് നമ്മൾ ജോലിയിൽ പ്രഷർ വരുന്ന സമയത്ത് നമുക്ക് ജോലി മാറാൻ വേറെ ജോലിയിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ ഓണറായിട്ടുള്ള ആൾ ചിലപ്പോൾ ചീത്ത പറയുകയാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ കേട്ട് നിൽക്കേണ്ടി വരും. കാരണം EMI തെറ്റും. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭൂരിഭാഗം ആൾക്കാരാണെങ്കിലും യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം ഒരു 40,000 ഒക്കെ സാലറി ഉള്ള ഒരു ആളെ സംബന്ധിച്ച് മണി മാനേജ്മെന്റ്, ഇപ്പം EMI പോലുള്ള കാര്യങ്ങൾ, അത് പ്രോപ്പറായിട്ട് യങ്സ്റ്റേഴ്സിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് എങ്ങനെ മണി മാനേജ് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. നമുക്കൊരു വരുമാനമുണ്ട്, നമ്മുടെ ചിലവുകൾ കഴിഞ്ഞു പോകുന്നു, നമ്മൾ കുറഞ്ഞ പണമെങ്കിലും നല്ല രീതിയിൽ അത് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഭാവിക്ക് വേണ്ടിയിട്ട് അതിൽ ചെറിയൊരു ഭാഗം പണം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അടിച്ചു പൊടിക്കാൻ വേണ്ടി എടുക്കണം. അതായത് നമ്മൾ 40,000 രൂപയ്ക്ക് ഇപ്പോൾ ജോലി ചെയ്യാണ്, അതിലൊരു അതിൻ്റെ ഒരു 30%, ഒരു 12,000 രൂപ ഒരു മാസം അടിച്ചു പൊളിച്ചാൽ യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? വയസ്സാം കാലത്ത് പൈസക്കാരനാവാനാണോ? അല്ല, അതാത് സമയത്ത് നമുക്ക് ആഘോഷിക്കണം. നമ്മൾ ബീച്ചിൽ പോകണം, സിനിമ കാണണം, ജീവിതത്തിലെ പല ആഗ്രഹങ്ങളുണ്ടാവും, അതൊക്കെ ചെയ്യണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെയാണ്, ഇത് നമ്മൾ ചെയ്താൽ മാത്രമേ അടുത്ത മാസം നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവുള്ളൂ. ഈ ജോലി ചെയ്തത് കൊണ്ട് നമുക്ക് റിവാർഡ് കിട്ടി. ഇത് വാസ്തവത്തിൽ എന്താ ചെയ്യാൻ അറിയോ? നല്ല രീതിയിൽ പണം അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു അളവ് വെക്കണം, 30% താഴെ എന്നൊക്കെ ഒരു അളവ് വെക്കണം. അത് ഓരോരുത്തർക്കും മാറും, പക്ഷേ 30% കൂടാത്തതാണ് നല്ലത്. ആ ഒരു അളവ് വെച്ച് നമ്മൾ അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് റിവാർഡ്. ഈ റിവാർഡിന് വേണ്ടി അടുത്ത മാസവും നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് കൂടുതൽ അടിച്ചു പൊളിക്കണമെങ്കിലോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കരിയറിലെ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അല്ലാതെ നമ്മൾ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ മാറ്റി വെച്ച് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വരണ്ടു പോകും. അത് ഇപ്പോൾ ആലോചിച്ചപ്പോഴാണ്. കാരണം കൂടുതൽ ആൾക്കാരും അതിലൊരു ഭാഗം സേവ് ചെയ്ത് വെച്ചോണ്ട് എങ്ങനെ ചുരുങ്ങി ജീവിക്കാന്നാണ് ഇപ്പോഴും മലയാളികൾ. കിട്ടുന്ന ഒരു പൈസയിൽ ഭൂരിഭാഗം സേവ് ചെയ്തിട്ട് ബാക്കിയിൽ ചുരുങ്ങിക്കൂടി ജീവിക്കുവാണ്. അപ്പം ഇതിനൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അടിച്ചുപൊളി ലൈഫിലേക്ക് പോകാൻ നമ്മളിപ്പോൾ ജോലി ചെയ്തിട്ട് 1 ലക്ഷം രൂപ സേവ് ചെയ്ത് വെക്കുന്നു. നിങ്ങളുടെ പണമാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. 1 ലക്ഷം രൂപ നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും എനിക്ക് 7,000 രൂപ തരണം എന്ന് പറഞ്ഞാൽ കേൾക്കൂ. അതായത് നിങ്ങളുടെ പണം, ഞാൻ തന്നല്ല, നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ നിങ്ങളുടെ പണം നിങ്ങൾ മാറ്റി വെക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് 7,000 രൂപ തരണം. നിങ്ങൾ തയ്യാറാവോ? ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ പണമാണ്, ഞാൻ തന്നല്ല, എനിക്ക് തരേണ്ട ആവശ്യമില്ല. എന്തിനാ തരുന്നല്ലേ? പക്ഷെ അത് ഇൻഫ്ലേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് പണത്തിന്റെ മൂല്യം ഏതാണ്ട് 6-7% കുറയാണ്. അത് സേവ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിന് 93,000 പവറേ ഉള്ളൂ, പർച്ചേസിങ് പവറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ച് 10 വർഷം കഴിയുന്ന സമയത്ത് 10-1 മൂല്യമുള്ളൂ. അപ്പൊ ഈ പൈസേനെയൊക്കെ ഇപ്പൊ ഗോൾഡ് ആയിട്ട് സേവ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യുന്നതിലോ? ഇത് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ അത് ഗോൾഡ് ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ നൽകിയതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇൻഫ്ലേഷനോട് ചേർന്ന് പോകുന്ന റിട്ടേൺ, ഒരു FD ലൈക്ക് റിട്ടേൺ ഒക്കെയാണ് ഗോൾഡിന് നൽകാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പണം എവിടെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക്
പെട്ടെന്ന് ആവശ്യമില്ലാത്ത പണമൊക്കെ നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഏറ്റവും ടോപ്പ് പിരമിഡിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി വെക്കണം. അതായത് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ആയിട്ടാണ് ശരിക്കും മാറ്റി വെക്കണം എന്ന് ഐഡിയലി പറയുക. കാരണം അതിന് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിട്ടേൺ തരും. ഇപ്പോൾ Nifty 50 കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 15-20 വർഷത്തെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ 12-14% ആവറേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് കോമ്പൗണ്ടിങ് ആണ്. ഈ 1 ലക്ഷം രൂപ 1,12,000 ആവുന്നു. ആ 1,12,000-ന്റെ 12% പിന്നീട് കൂടുന്നത്. ഇത് റെഗുലറായിട്ട് നടക്കണമെന്നില്ല. ചിലപ്പോൾ 35% ഇടിയാം, അടുത്ത വർഷങ്ങളിൽ 120% കൂടാം, ഇത് സംഭവിക്കാം. പക്ഷേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പണം മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഭാവിയിൽ നമുക്കൊരു പണം ഉണ്ടാവുക. ഈ പണ്ട് തൊട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും ഒരു ഡ്രീമിൽ പെട്ടൊരു കാര്യമാണ് വീട് വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അവർ അധ്വാനിക്കുന്നത് തന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം അധ്വാനിച്ചാൽ പോലും വീട് വെക്കണ്ട, വാടകയ്ക്ക് താമസിക്കുന്നതാണ് ബെറ്റർ, എന്നിട്ട് ബാക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിലെന്താണ് ആക്ച്വലി ഇനിയുള്ള ജനറേഷൻ ഇങ്ങനെ വീട് വെക്കാതെ വാടകയ്ക്ക് താമസിക്കുക, ബാക്കി പൈസ സേവ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളിലേക്കാണോ? അത് ലയബിലിറ്റീസ് ഉണ്ടാക്കരുതെന്ന് പറയാറുണ്ട് സാമ്പത്തിക രംഗത്ത്. ലയബിലിറ്റീസ് മോശമാണ്, അസറ്റാണ് നല്ലത്. അപ്പോൾ ഈ വീടിനെ ലയബിലിറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോബർട്ട് കയോസാക്കി ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണെങ്കിലും റിച്ച് ഡാഡ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ പുസ്തകമാണെങ്കിലും ഒക്കെ ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നമ്മൾ അവരുടെ മെൻറ്റാലിറ്റിയിൽ മലയാളത്തിൽ വായിച്ച് മലയാള മാർക്കറ്റിൽ പറഞ്ഞാൽ വരുന്നൊരു പ്രശ്നമുണ്ട്. അത് മലയാളികൾക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്തൊന്നും ഒരു വീട് ഉണ്ടാവണം എന്നുള്ളത് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അത് അവൻ സക്സസ്ഫുൾ ആണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു ഫാക്ടറാണ്. അവന് പെണ്ണ് കിട്ടണമെങ്കിൽ വീട് വേണം. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴുള്ള രീതിയിൽ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. പിന്നെ വാടക നിയമങ്ങൾ ഇന്ത്യയിൽ ശക്തമാണ് ശരിക്കും. അതായത് ഹൗസ് ഓണർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കയറാൻ പറ്റില്ല, നമ്മുടെ ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ചിരിക്കണം എന്നുണ്ട്. അത് പരിശോധിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അനുവദിച്ചാൽ മാത്രമേ വീട്ടിനുള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. ആളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാടക കൊടുത്താൽ അത് നമ്മുടെ വീടാണ്. അപ്പോൾ ആ രീതിയിലുള്ള നിയമങ്ങളുണ്ട്, പക്ഷെ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫൈനാൻഷ്യലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഈ ഫൈനാൻസ് കൊണ്ട്. നല്ല പണം കയ്യിൽ നിൽക്കുക, കൂടുതൽ പണം ഉണ്ടാക്കുക. അതിനെന്താ വേണ്ടത്? സന്തോഷം വേണം. വാടക വീട്ടിലാണ് ഹൗസ് ഓണർ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള സ്ട്രെസ്സോടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ പണം ഉണ്ടാക്കാൻ പറ്റുമോ? അതൊരു വേർഷനാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ച ഒരു വീട് വെക്കുന്നു, അവിടെ താമസിക്കുന്നു, സന്തോഷത്തോടെ ഒരു ഫാമിലി ഉണ്ടാവുന്നു, അവിടെ നിന്ന് വീണ്ടും അധ്വാനിച്ച് ഫൈനാൻഷ്യലി രക്ഷപ്പെടാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ എടുക്കാം. രണ്ടാമത്തെ ഒരു വേർഷനിൽ ഇപ്പോൾ നമ്മൾ വീട് എങ്ങനെയാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ വെക്കുന്നത്? ലോൺ എടുത്തിട്ടാണ്, അല്ലാതെ വീട് വെക്കില്ലല്ലോ. ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത്. അപ്പോൾ ലോൺ അടച്ചില്ലെങ്കിൽ എന്താ പറ്റുക? ആരാ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുക? ബാങ്കുകാർ. കാരണം ഇതല്ലേ ഈട്, ബാങ്കുകാർ ഇറക്കി വിടും. അപ്പോൾ നമ്മളെ വീടാണോ? അത് ആരെ വീടാ? ബാങ്കിന്റെ വീടാ. ആരാ വാടക കൊടുക്കുന്നത്? നമ്മൾ ബാങ്കിന് EMI കൊടുക്കുകയല്ല, ശരിക്കും വാടക കൊടുക്കുന്ന പോലെയാണ്. ശരിക്കും അങ്ങനെയും ചിന്തിക്കുക അതിനെ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ ഓക്കെ ആവുന്ന ഒരു സാഹചര്യത്തിൽ വീടിനെ പറ്റി ചിന്തിക്കുക. അതായത് വീട് കുറച്ച് വൈകിപ്പിച്ചെടുത്താൽ നല്ലതാണെന്നുള്ള രീതിയിൽ ഇതിനെ പറയാം. അല്ലല്ല, പണം പൂർണ്ണമായിട്ട് ലോൺ എടുത്ത് വീട് വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലോൺ എടുത്ത പണമാണെങ്കിൽ അതിന്റെ 2-2.5 ഇരട്ടിയാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 20-30 വർഷത്തേക്കുള്ള മനസമാധാനം പോവുന്നു എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമ്മൾ മനസമാധാനത്തിന് വേണ്ടിയാണ് വീട് വെക്കുന്നത്. വാടക പ്രശ്നം, വാടക ഓണറുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഇല്ലാണ്ടാക്കാനാണ്. പക്ഷെ ഇതേ പ്രശ്നം ഓണറിന് പകരം ബാങ്ക് ആണെങ്കിലോ? പ്രശ്നത്തിന്റെ പേര് മാറിയെന്നേ ഉള്ളൂ, സമാധാനം സെയിം ആയിട്ട് നിൽക്കുന്നു. ഇത് അടച്ചു തീരുന്ന സമയത്ത് വീട് ആളുടേതാവും. 20-30 വർഷം കൊണ്ട് വീട് ആളുടേതാവും. പക്ഷെ അത്രയും വർഷമുള്ള ഒരു ടെൻഷൻ ഉണ്ട്. വാടക മുടങ്ങാൻ പാടില്ല. ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യമല്ല, ഒരു പുതിയ കമ്പനി തുടങ്ങാനോ ജോലി മാറാനോ ഉള്ള ധൈര്യമല്ല, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു കാരണം എന്താ? അടുത്ത മാസം EMI മുടങ്ങും. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ പെട്ടു പോകുന്നത് കൊണ്ടാണ് ഈ വീടൊരു പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ എല്ലാ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് വരുമാനം കൂട്ടുക എന്നുള്ള. നല്ല വരുമാനത്തിലേക്ക് എത്തുക. നല്ല വരുമാനത്തിലേക്ക് എത്തി കുറച്ച് പണം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി, നമുക്ക് നല്ല വരവുണ്ട്.
അപ്പോൾ നമ്മുടെ EMI ഒരു 30% താഴെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീട് വെക്കാം, അങ്ങനെ എടുക്കാം. കാരണം ഓരോരുത്തരും ആഗ്രഹമല്ലേ, കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയും വീട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കൊക്കെ പറയാം വാടകയ്ക്ക് കഴിഞ്ഞ് ബാക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ. സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് ആൾക്കല്ലേ അറിയുള്ളൂ. ആള് ആ വീടുണ്ടാക്കാൻ, അതാണ് ആഗ്രഹം, അതിനുവേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ പറയാണ് നിങ്ങൾ ഫൈനാൻഷ്യലി ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആള് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ വരുമാനം ഒന്ന് കൂട്ടുക, എന്നിട്ട് EMI അളവൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു രീതിയിൽ നിൽക്കുമ്പോൾ വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ പ്രശ്നം ഉണ്ട് കേട്ടോ, ഈ പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ, സമൂഹം അംഗീകരിക്കാത്ത പ്രശ്നങ്ങൾ, ഇതൊന്നും ഒരു പ്രശ്നം അല്ലാന്ന് തോന്നുന്ന ആർക്കാണെന്നറിയോ? പൈസ നല്ലോണം ഉള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വീട് വെക്കാമെന്ന് തോന്നുന്ന ആളുകളൊക്കെ അധികം പേരും വാടകയ്ക്കാണ് നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും വീട് വെക്കാമല്ലോ. കാരണം 1 കോടിയുടെ പ്രോപ്പർട്ടി 25,000 രൂപയ്ക്ക് വാടകയ്ക്ക് വെക്കാം. റിട്ടേൺ ഈ വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്ക് എന്ത് കുറവാണ് റിട്ടേൺ, മനസ്സിലായില്ലേ? നമ്മൾ അത്ര 1 കോടിയുടെ പ്രോപ്പർട്ടി വെക്കണമെങ്കിൽ എത്ര EMI അടയ്ക്കണം? അതേസമയം അതേ പ്രോപ്പർട്ടി എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ആസ്വദിക്കാം. ആ സ്പേസ് നമുക്ക് നല്ല ഫ്ലാറ്റിൽ അടിപൊളിയായിട്ട് കോടി വിലയുള്ള ഫ്ലാറ്റിൽ ഒരു 10-35,000 രൂപയ്ക്ക് നിൽക്കാം. പക്ഷേ EMI ആകുമ്പോഴോ എത്ര പൈസ കൊടുക്കണം? നമുക്ക് വേണമെങ്കിൽ വേറെ മാറാം, കൺവീനിയൻ്റ് ആയിട്ട് മാറാം, ഇത് വിറ്റ് പോകില്ല എന്നുള്ള പ്രശ്നമല്ല, നമ്മളതല്ല. ഇപ്പോൾ 1.5 കോടിയുടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ ആളില്ല. ഇപ്പോൾ 1.5 കോടിയുടെ വീട് ഒരാളൊന്നും നേരിട്ടൊന്നും വാങ്ങൂല. കാരണം എന്താ, അത്രയും പൈസ മുടക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ വീട് വെക്കുന്നതല്ലേ നല്ലതെന്ന് ആളുകൾക്ക് ചിന്തിക്കാം. അപ്പം പറയുന്നത് വീട് വെക്കുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ, അതാണ് അവർക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതെങ്കിൽ അവർക്ക് വീട് വെക്കാം. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവില്ല. അതുപോലെ ഈ സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഫിനാൻസ് ഒരു പ്രശ്നമായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ട്, അത് പെട്ടെന്ന് തുടങ്ങാൻ ഫിയർ ഒരു പ്രശ്നമായിട്ടുള്ളവരുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, ദേ ആർ വെരി ടാലൻറ്റഡ് ആൻഡ് ആ ഒരു എന്താ പറയണത്, തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവരുണ്ടല്ലോ. അപ്പം ലൈക്ക് അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാനുള്ള ശമ്പളം ഉണ്ടാവും. പിന്നെ ഈ ട്രാപ്പിൽ പെട്ടുണ്ടാവും, EMI ട്രാപ്പിൽ, അടുത്ത മാസം EMI ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ഏത് ബിസിനസ്സാണോ ചെയ്യാൻ പോകുന്നത് ആ ബിസിനസ്സിൻ്റെ ചെറിയൊരു വേർഷൻ പാരലലി റൺ ചെയ്യുക. എന്നിട്ട് അത് പ്രോഫിറ്റിലേക്ക് വരികയാണ്. ഈ ജോലി ഇനി മുഴുവൻ സമയവും ഞാൻ ചെയ്ത് കഴിഞ്ഞാലും അത് സേഫായിട്ട് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ നൽകും, അല്ലെങ്കിൽ വളരെ വളർച്ചാ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റിൽ അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം മാത്രം ക്വിറ്റ് ചെയ്യുന്ന ഒരു സേഫ് കളിക്ക് അതാണ് നല്ലത്. നമ്മളൊരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ പാരലായിട്ട് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് തുടങ്ങുക. അതായത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ ആരും വരില്ല, ആരുമില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഫസ്റ്റ് തിരിച്ചറിയുക. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, പാർട്ട്ണർ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഇവരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഏറ്റവും അവസാനം നമ്മളേ ഉള്ളൂ. അപ്പം നമ്മളെ ഡിസിഷനാണ് നമ്മളെ മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്ന വേണം. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയാൽ എല്ലാം പഠിച്ച് യൂട്യൂബ് തുടങ്ങാം, എഡിറ്റിങ് പഠിക്കാം, നന്നായിട്ട് പറയാം, മോഡുലേഷൻ പഠിക്കാം, കോണ്ടന്റ് എടുക്കാൻ പഠിക്കാം. ഇതൊന്നും പറ്റില്ല. അങ്ങോട്ട് തുടങ്ങുമ്പോൾ ട്രയൽ ആൻഡ് എററിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നതെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കണ്ട, ഫസ്റ്റ് നമ്മൾ തുടങ്ങി ഇട്ട് നോക്കി അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെയാണ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വളർന്നു വരാൻ വേണ്ടി ആ രീതിയിൽ യൂസ് ചെയ്യാം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ വലിയ ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ബിസിനസ്സുകളൊക്കെ ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ അപ്സ്കെയിൽ ചെയ്യിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കും. കാരണം ആദ്യ സമയത്തായിരുന്നെങ്കിൽ ഞാൻ വലിയ റിസ്ക് എടുത്തേനെ, എനിക്ക് ആ വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാം, പക്ഷെ തകർന്നു പോകുന്ന രീതിയിൽ റിസ്ക് എടുക്കാണ്ടിരിക്കുക. ഈ 9 to 5 ജോബ് മോശമാണെന്നാണ് പലരും കരുതുന്നത്. ചോദ്യത്തിലുണ്ട്, 9 to 5 ജോബ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് റിവാർഡ് ഉണ്ടെങ്കിൽ, ഇനഫ് റിവാർഡ് ഉണ്ടാവണം, നമ്മളെ കാര്യങ്ങൾ നടന്നു പോകണം, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, ഒരു 45-50 വയസ്സിന് ഉള്ളിൽ തന്നെ റിട്ടയർ ചെയ്യാൻ പറ്റണം. കാരണം ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. ലോകത്തുള്ള എല്ലാ പണവും പോട്ടെ, ഞാൻ ഒരു $5 ബില്യൺ താങ്കൾക്ക് തന്നു, പേടിക്കേണ്ട, തീരൂല. 10 ലക്ഷം ദിവസവും ചെലവഴിച്ചാലും മരിക്കുന്നവരെ തീരൂല, മനസ്സിലായില്ലേ? അത്രയും പണം തന്നു, എന്ത് ചെയ്യും? ജോലി ക്വിറ്റ് ചെയ്യോ? ക്വിറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും.
തീരുന്നില്ലല്ലോ. അപ്പൊ ഇഷ്ടംപോലെ food തീരൂല, പണം കഴിക്കുക, തീരൂല. ഇഷ്ടംപോലെ ട്രാവൽ ട്രാവൽ ചെയ്യുക. ചെയ്യുക, ഹെൽത്ത് നോക്കും, യെസ്, ഹെൽത്ത് പിന്നെ റിലേഷൻഷിപ്സ് അതിനുവേണ്ടി കാര്യങ്ങൾ അടിപൊളിയാക്കി Yes. വെക്കും. കാരണം വെച്ചാൽ മെന്റൽ ലക്ഷൂറിയസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. ഇതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നാ സംഭവിക്കുക. ഒന്നിനും ഒരു ബാരിയേഴ്സ് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. നമുക്ക് പണം ഒരു തടസ്സം സൃഷ്ടിക്കില്ല. പക്ഷെ അവിടേക്ക് നമുക്ക് എപ്പോൾ എത്തണം? ഒരു 45 വയസ്സിനുള്ളിൽ എത്തണ്ടേ? യെസ്, പോട്ടെ 40-നുള്ളിൽ എത്തിയാലോ രക്ഷപ്പെട്ടില്ലേ? അതിനെത്താൻ എന്ത് ചെയ്യും? ഹൈ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള രീതിയിലുള്ള വർക്ക് തന്നെ ചെയ്യണം. വരുമാനം വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പലരും വിചാരിക്കുന്നത് എന്താ അറിയോ, ചെറിയ വരുമാനം വെച്ചിട്ട് വലിയ പെട്ടെന്ന് പൈസക്കാരനാവാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ വരുമാനം കൂട്ടുക, ഫസ്റ്റ് സ്റ്റേജ് വരുമാനം കൂട്ടുക. വരുമാനം കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്ക് മാർക്കറ്റ് അത്രയും തരുന്നില്ല. നമ്മൾ പോരാ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, സ്കിൽസ് കൂട്ടുക. അതിനൊക്കെ അവസരങ്ങളും സമയങ്ങളും ഇല്ലേ? അത് വെച്ചിട്ട് അത് കൂട്ടുക.